ഹരേ കൃഷ്ണ. ഭഗവാന്റെ കഥകളി കേൾക്കാത്തവരായ ആരും ഉണ്ടാവില്ല അല്ലേ? ഭഗവാൻ പല വേഷത്തിൽ പ്രത്യക്ഷപ്പെടും. പൂന്താനത്തെ കള്ളന്മാരിൽ നിന്നും മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ വന്ന് രക്ഷിച്ചതും, പിറ്റേ ദിവസം തൊഴാൻ ചെന്നപ്പോൾ പൂന്താനം സമ്മാനിച്ച മോതിരം സ്വപ്നത്തിൽ തിരികെ കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ കൃഷ്ണനാണ് തന്നെ രക്ഷിച്ചതെന്ന് പൂന്താനത്തിന് മനസ്സിലായത്. വിഭക്തിയേക്കാൾ ഭഗവാൻ ഇഷ്ടം ഭക്തിയാണ്. പൂന്താനം തിരുമേനിയുടെ ജ്ഞാനപ്പാന നോക്കാൻ മഹാപണ്ഡിതനായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അഹങ്കാരത്തോടെ സാധ്യമല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈ കുഴഞ്ഞു. പിന്നീട് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം ഭക്തിയാണ്. ഉടനെ ഭട്ടതിരി പൂന്താനം തിരുമേനിയുടെ പുസ്തകം നോക്കിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ അസുഖവും മാറി. കുറൂരമ്മ പൂജയ്ക്കായി നമ്പൂതിരിയെ കാത്തിരുന്ന സമയം. നമ്പൂതിരിയാകട്ടെ മറ്റൊരു ഇല്ലത്ത് പോയി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ആ കുട്ടിയുടെ രൂപത്തിൽ വരികയും കുറൂരമ്മയ്ക്ക് പൂജയ്ക്ക് ആവശ്യമായ എല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീട് നമ്പൂതിരി കുറൂരമ്മയുടെ ഇല്ലത്ത് പൂജ ചെയ്യുമ്പോൾ പുഷ്പങ്ങളെല്ലാം അവിടെ എല്ലാം കണ്ടു നിന്നിരുന്ന ഈ കുട്ടിയുടെ കാൽക്കൽ വന്നു വീണു. തിരുമേനി ആ കുട്ടിയുടെ മുമ്പിൽ നമിച്ചു. കാരണം അത് ഭഗവാനായിരുന്നു. നാം അറിയാതെ നാരായണ എന്ന് വിളിച്ചാൽ പോലും ഭഗവാൻ അവിടെ വന്ന് നമ്മെ രക്ഷിക്കുന്നു. ഉദാഹരണമായി അജാമിളൻ എന്ന ബ്രാഹ്മണന്റെ കഥ കേൾക്കാം. അജാമിളൻ ധർമ്മനിരതനായിട്ട് ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം വനത്തിൽ പോകുമ്പോൾ ഒരു വേശ്യാങ്കനയെ കണ്ടുമുട്ടി. അവളെ കണ്ടതോടെ ഭാര്യയെ മറന്ന് അവളെ കല്യാണം കഴിച്ചു. പാപഫലങ്ങൾ എന്ന പോലെ അവൾ പ്രസവിച്ച പുത്രന്മാരെല്ലാം വളർന്നു വന്നെങ്കിലും കാലക്രമത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. അതുവരെ അദ്ദേഹം ബ്രാഹ്മണധർമ്മങ്ങളെല്ലാം മറന്നാണ് ജീവിച്ചിരുന്നത്. കാലദൂതന്മാർ വന്ന് കയറിട്ടുകൊണ്ട് കഴുത്തിൽ കെട്ടുവാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രനായ നാരായണനെ പേര് ചൊല്ലി വിളിച്ചു. ഉടൻ തന്നെ വിഷ്ണു പാർഷദന്മാർ അവിടെ പാഞ്ഞെത്തി. എന്നിട്ട് തടഞ്ഞു. കാലദൂതന്മാർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ധർമ്മരാജന്റെ കൽപ്പനയെ തടയുന്നതെന്തിന്? അവർ പറഞ്ഞു, ഞങ്ങൾ വിഷ്ണുദൂതരാണ്. അദ്ദേഹം പറഞ്ഞയച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, ധർമ്മരഹസ്യമറിഞ്ഞ് പ്രജശാസനം ചെയ്യേണ്ടവർ അക്രമം പ്രവർത്തിച്ചാൽ ജനങ്ങൾ എന്തു ചെയ്യും? അനേക ജന്മങ്ങളിലെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം. ലോകമംഗളകരമായ നാരായണനാമം ഉച്ചരിച്ചല്ലോ. മറ്റൊരു പ്രായശ്ചിത്തവും ഇദ്ദേഹത്തെ പാപനാശകമല്ല. ഇക്കാര്യം നിങ്ങളുടെ നാഥനായ ധർമ്മരാജനോട് ചോദിച്ചു കൊള്ളുക. അവർ അവിടെ നിന്നും പോയി. അങ്ങനെ അജാമിളൻ ഭഗവത് സേവയിൽ മുഴുകുകയും ഒടുവിൽ അദ്ദേഹത്തിന് വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഹരിനാമം ഉച്ചരിക്കുന്നവർക്ക് മുക്തിപദം ലഭിക്കുമെന്ന് തീർച്ച. നമുക്കും ഹരിനാമം ജപിച്ച് നാരായണനാമം ജപിച്ച് നാരായണനോടൊപ്പം ചേരാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.